ഇന്ന് ഏറ്റവും കൂടുതൽ എല്ലാവരും നോക്കുന്നത് പേളി മാണി എന്ന യൂട്യൂബറെ കുറിച്ച് തന്നെയാണ്. എല്ലാ താരങ്ങളും യൂട്യൂബറും ഡൽഹിയിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചെത്തിയപ്പോൾ പേളി സംസാരിച്ചതിനെ മാത്രം ഇപ്പോൾ വിമർശിച്ച് പലരും എത്തുകയാണ്. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടൊരു വീഡിയോ പങ്കുവച്ചിരുന്നു. ഇപ്പോഴിതാ അതിനുശേഷം പേളിയുടെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. പേളി ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. എല്ലാവരും എനിക്ക് അഭിപ്രായം പറയാനും ഇതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും പറയുന്നത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വേണ്ട എന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിച്ച് പരാതികളെല്ലാം അറിയിച്ച് തല്ലുകൊള്ളാതെ അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കാതെ വീട്ടിൽ പോകൂ എന്നാണ് എനിക്ക് പറയാനുള്ളതെന്ന് പേളി സമാധാനത്തിന് വേണ്ടി പറഞ്ഞു. എന്നാൽ അതിനുശേഷം കടുത്ത രീതിയിലെ വിമർശനങ്ങളാണ് പേളിയെക്കുറിച്ച് വരുന്നത്. ഓരോരുത്തരും പങ്കുവയ്ക്കുന്ന പോസ്റ്റിൽ പേളി ഇങ്ങനെ പ്രിവിലേജിൽ ജീവിക്കുകയാണ് എന്നും ഫ്രീ കിട്ടിയ ഫ്ളാറ്റിൽ വെറും ഇന്റീരിയേഴ്സ് മാത്രം ചെയ്താൽ മതിയെന്നൊക്കെയാണ് പലരും പറയുന്നത്. പേളി അധ്വാനിച്ച് വാങ്ങിയ ഫ്ളാറ്റുകളാണ് ഇപ്പോൾ ഉള്ളതെല്ലാം എന്ന് പ്രേക്ഷകർക്ക് അറിയാം. എന്നാൽ അതിന് ഫ്രീ കിട്ടിയതെന്ന് വരെ പരിതാപകരമായ വാക്കുകൾ ഉപയോഗിച്ച് അതിനെ തളം താഴ്ത്തുന്നു എന്നാണ് എല്ലാവർക്കും പറയാനുള്ളത്. ഒരു ഫോളോവർ, അത് ഇൻഫ്ലുവൻസേഴ്സ് ഇത്രയും ഉള്ളൊരു ഫോളോവർ ഒരു വീഡിയോ ചെയ്യാൻ ആയിരങ്ങൾ തരാമെന്ന് ഓഫർ വരുമ്പോൾ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ളൊരു ഇൻഫ്ലുവൻസർ കോടിക്കണക്കിന് രൂപ ഒരു റൈറ്റപ്പ് എഴുതാൻ കൊടുത്താൽ ചിലപ്പോൾ ചെയ്തു പോകും എന്നാണ് പറയുന്നത്. അതായത് പേളി ആ റൈറ്റപ്പ് എഴുതിയത് വളരെയധികം വേദനിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും കുറിച്ചും സംസാരിച്ചുകൊണ്ടും പൈസ വാങ്ങിയിട്ടാണ് എന്നാണ്. മക്കളുടെ ഭാവി, സ്വന്തം കുടുംബം, ഭർത്താവിൻ്റെ കുടുംബം, നാത്തൂൻ്റെ കുടുംബം, അങ്ങനെ കുറേ കുടുംബങ്ങൾ നോക്കണം. പണിയുന്ന ഫ്ലാറ്റുകൾ, ഫ്രീ കിട്ടുന്ന ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ നോക്കണ്ടേ, അടിപൊളിയായി ജീവിക്കണ്ടേ, അതൊക്കെ ഒരു തെറ്റാണോ? ഇങ്ങനെയാണ് പേളിയെക്കുറിച്ചുള്ള കമൻറ്റുകളെല്ലാം തന്നെ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആരാധകരോടെ സ്നേഹത്തോടെ നോക്കി നിൽക്കുന്നതാണ് പേളിയെ. എന്നാൽ പേളിക്ക് ഫ്രീ കിട്ടുന്നതാണ് ഫ്ലാറ്റുകൾ. ഇതെല്ലാം ഫ്രീക്കാണ് പേളി ജീവിക്കുന്നത്, ട്രിപ്പ് പോകുന്നത്, മക്കളുടെ ഭാവി, കുടുംബത്തിൻ്റെ ഭാവി, നാത്തൂൻ്റെ ഭാവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുകയാണ്. ഇതിൽ ശ്രീനിഷിന്റെ സഹോദരിയുടെ മക്കളെ പോലും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത്. നിതാരയും നിലുവിനെയും പോലും പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് നിന്റെ മുൻപിൽ 2 മക്കളില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പോലും പേളിയോട് രൂക്ഷ പ്രകടനം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പേളി തുറന്നടിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. എന്നെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് അർഹതയാണ്? എൻ്റെ മക്കളെ നിങ്ങൾ എന്തു ചെയ്യുമെന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ എല്ലാവരും ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം കൃത്യമായി ഈ വാക്കുകളെല്ലാം കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ എല്ലാവരും വളരെയധികം ചർച്ച ചെയ്യുന്നൊരു വാർത്തയായും ഇത് മാറുന്നുണ്ട്. പേളിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇത്രയും അധികം ഹേറ്റ് പ്രകടിപ്പിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി ഇതാരെയാണ് ഉദ്ദേശിച്ചതെന്ന്. അഭിമാനം കാട്ടിയിട്ടുള്ളത് എന്നതിനെക്കുറിച്ചും പറയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പേളി സംസാരിക്കുന്നത് പോലെ പറയടാ, തെറ്റാണോടാ, പറയടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കിയുള്ള പോസ്റ്റുകളും നിരവധി തന്നെ എന്നുണ്ട്. എന്തടാ, പറയല്ലേടാ എന്നതെല്ലാം തന്നെ മനസ്സിലാകുന്നുണ്ടെന്നും അത് പേളി സാധാരണ യൂസ് ചെയ്യുന്നതാണെന്നും പേളിയെ കളിയാക്കുന്നതാണെന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ആരാധകർ പറയുന്നുണ്ട്. എന്നാൽ പേളിയുടെ ആരാധകർ പേളി പറയുന്നത് മാത്രം വിശ്വസിച്ചും പേളിയുടെ നിലപാടാണ് സ്വീകരിച്ചതെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.